നമ്മുടെ അടുക്കളയിലുള്ള സാധാരണ ഉപ്പ് രുചി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദിവസവും ഭക്ഷണത്തിൽ അലിഞ്ഞുചേരുന്ന അതേ ഉപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും രഹസ്യമായി മാറാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഇതിന്റെ ഉത്തരം ആത്മാവിനെ സ്പർശിക്കുമ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തി ഉണരും. നിങ്ങൾ വളരെ നിസ്സാരമായി കാണുന്ന ഉപ്പ് യഥാർത്ഥത്തിൽ വളരെ ശക്തമായ ഒരു ഊർജ്ജവാഹകനാണ്. പണ്ടത്തെ മഹർഷിമാർ ഇതിനെ ധാരണാശക്തി എന്ന് വിളിച്ചു. നെഗറ്റിവിറ്റിയെ തടഞ്ഞു നിർത്തുകയും ശുഭ ഊർജ്ജങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശക്തിയാണിത്. എവിടെ നിന്നാണ് പെട്ടെന്ന് ഇത്രയും പണം വരുന്നതെന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അദൃശ്യശക്തികളുമായി പൊരുത്തപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പ്രകൃതി നിങ്ങൾക്ക് തിരികെ നൽകുമെന്ന് യോഗാനന്ദൻ പറയാറുണ്ടായിരുന്നു. പ്രകൃതിയുമായി ഈ സമന്വയമുണ്ടാക്കുന്നതിനുള്ള ചില രഹസ്യങ്ങൾ വളരെ ലളിതമാണ്. അവ നമ്മുടെ കൺമുന്നിലുണ്ടെങ്കിലും നാം അത് കാണുന്നില്ല. ഈ വീഡിയോ അത്തരത്തിലുള്ള ഒന്നാണ്. ഉപ്പിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജം തുറക്കാൻ കഴിയുന്ന ഒരു രഹസ്യം. എന്നാൽ ഓർക്കുക, ഇതൊരു മാന്ത്രിക വിദ്യയോ അന്ധവിശ്വാസമോ അല്ല. ഇത് ഊർജ്ജത്തിന്റെ ശാസ്ത്രമാണ്, ബോധത്തിന്റെ സന്തുലിതാവസ്ഥയാണ്, ആത്മീയ നിയമങ്ങളുടെ ധാരണയാണ്. യോഗാനന്ദൻ തന്റെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ മൂലകങ്ങൾക്കും ബോധതലത്തിൽ ഒരു സ്വാധീനമുണ്ടെന്നും ഭൂമിയുടെയും ജലത്തിന്റെയും സംയോജനമായ ഉപ്പിന് നെഗറ്റീവ് ഊർജ്ജം വലിച്ചെടുക്കാനുള്ള സവിശേഷതയുണ്ടെന്നും. ഇനി ചിന്തിച്ചു നോക്കൂ, ഇത് ശരിയായ സ്ഥലത്ത് വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി വലിച്ചെടുത്ത് നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കില്ലേ? ഈ വീഡിയോയിൽ 4 പ്രത്യേക സ്ഥലങ്ങളിൽ ഉപ്പ് സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നാം മനസ്സിലാക്കും. എന്നാൽ ശ്രദ്ധിക്കുക, ഇന്നത്തെ ഈ ആദ്യ ഭാഗത്തിൽ നാം ആദ്യത്തെ സ്ഥലത്തെക്കുറിച്ച് മാത്രമേ മനസ്സിലാക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്ന തരത്തിൽ വളരെ ആഴത്തിൽ നാം അത് മനസ്സിലാക്കും. ബാക്കി 3 സ്ഥലങ്ങൾ ആത്മാവ് തയ്യാറാകുമ്പോൾ മാത്രം അറിയേണ്ട രഹസ്യങ്ങളാണ്. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നതുമായ ആദ്യത്തെ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ പ്രധാന വാതിൽ, അതായത് വീടിന്റെ പ്രവേശന കവാടം. ഉപ്പും പ്രധാന വാതിലും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അല്പനേരം നിൽക്കൂ, ഒന്ന് ശ്വാസമെടുക്കൂ. ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്കിറങ്ങാൻ അനുവദിക്കൂ. പ്രധാന വാതിൽ ആളുകൾ മാത്രം വരുന്ന സ്ഥലമല്ല, ഊർജ്ജവും വരുന്നത് അവിടെ നിന്നാണ്. ഈ വാതിൽ നെഗറ്റിവിറ്റിയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ പ്രവേശിക്കുന്ന ഏതൊരു പോസിറ്റീവ് ശക്തിയും ഉള്ളിൽ കയറിയാലുടൻ നിലച്ചുപോകും. പുരാതന ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പ്രധാന വാതിലിനെ പ്രധാന ഊർജ്ജകേന്ദ്രമായി കണക്കാക്കുന്നു. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഏത് വസ്തുവിനും വരുന്ന ഊർജ്ജത്തെ തടയാനോ ആകർഷിക്കാനോ കഴിയും. നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഉപ്പ് പ്രധാന വാതിലിനടുത്തു വയ്ക്കുമ്പോൾ അത് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളെ വലിച്ചെടുക്കാൻ കാരണം ഇതാണ്. എന്നാൽ ഈ ഉപ്പ് സാധാരണ രൂപത്തിലല്ല, മറിച്ച് ഒരു പാത്രത്തിൽ പ്രത്യേകം സൂക്ഷിക്കണം. ഗ്ലാസോ മണ്ണോ കൊണ്ടുള്ള പാത്രമാണ് കൂടുതൽ നല്ലത്. വാതിലിന്റെ മൂലയിൽ നേരിട്ട് കാണാത്ത വിധത്തിൽ, എന്നാൽ ഊർജ്ജത്തിന്റെ പാതയിൽ വരുന്ന രീതിയിൽ ഇത് വയ്ക്കുക. ഇതൊരു മാനസിക പ്രഭാവം മാത്രമാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അല്ല, ഇതൊരു ഊർജ്ജശാസ്ത്രമാണ് എന്ന് ഞാൻ പറയും. നിങ്ങൾ ഒരു കാര്യത്തെ ഭാവത്തോടും വിശ്വാസത്തോടും കൂടി സ്ഥാപിക്കുമ്പോൾ അത് വെറുമൊരു വസ്തുവല്ലാതായി മാറുന്നു, അതൊരു മന്ത്രമായി മാറുന്നു. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അറിവോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ ഉപ്പ് വാതിലിൽ വയ്ക്കുമ്പോൾ ഈ വാതിൽ സമ്പത്തിനും സമാധാനത്തിനും ഭാഗ്യത്തിനുമായി തുറക്കാൻ തുടങ്ങും. പലരും ഈ പ്രയോഗം ചെയ്യാറുണ്ട്, പക്ഷേ അവർ ആത്മാവിന്റെ അറിവില്ലാതെ വെറുതെ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ലഭിക്കുന്ന ഫലവും വളരെ കുറഞ്ഞതും താൽക്കാലികവുമാകുന്നത്. എന്നാൽ നിങ്ങൾ ഇതിനെ യോഗാത്മകമായ വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണുകയും ഇതൊരു വാസ്തുപ്രതിവിധി മാത്രമല്ല, പ്രപഞ്ച വൈബ്രേഷനുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ ഉപ്പ് നിങ്ങളുടെ വീടിന്റെ കാവൽക്കാരനായി മാറുന്നു. പണത്തെ അകത്തേക്ക് വരാൻ അനുവദിക്കുക മാത്രമല്ല, ദാരിദ്ര്യത്തെ പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഒരു കാവൽക്കാരൻ. പ്രധാന വാതിലിൽ മാത്രം ഉപ്പ് വെച്ചാൽ ഇത്രയധികം മാറ്റങ്ങൾ സംഭവിക്കാമെങ്കിൽ ബാക്കി 3 ഇടങ്ങളിൽ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതാണ് രഹസ്യം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒഴുക്കുദിശ മാറ്റാൻ തുടങ്ങിയതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്ഥലം, പ്രധാന വാതിൽ. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും 3 സ്ഥലങ്ങൾ കൂടിയുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നതെന്ന് നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ആ സ്ഥലങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ഊർജ്ജത്തെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ഉപ്പ് സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ സ്ഥലം നിങ്ങളുടെ അലമാരയോ അല്ലെങ്കിൽ നിങ്ങൾ പണമോ ആഭരണങ്ങളോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലുമോ സൂക്ഷിക്കുന്ന സ്ഥലമോ ആണ്. ഈ സ്ഥലം ഭൗതിക സമ്പത്ത് സൂക്ഷിക്കാനുള്ള ഒരിടം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക ബോധത്തിന്റെ കേന്ദ്രമാണിത്. നിങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തെ ഊർജ്ജം നിങ്ങളുടെ ചിന്തകൾ, ഭയം, അത്യാഗ്രഹം, ഇല്ലായ്മയുടെ വികാരങ്ങൾ എന്നിവ നിരന്തരം വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് പലരും പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും അത് നിലനിൽക്കാത്തത്. നിങ്ങളുടെ ചിന്തകൾ എവിടെയാണോ സ്ഥിരമായി നിൽക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ ഊർജ്ജം ശേഖരിക്കപ്പെടുന്നത് എന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അലമാരയോ പണം സൂക്ഷിക്കുന്ന സ്ഥലമോ അതേ സ്ഥിരതയും വിശുദ്ധിയും ആവശ്യപ്പെടുന്നു. ഇതിൽ ഉപ്പിന് അതിശയകരമായ പങ്ക് വഹിക്കാൻ കഴിയും.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പോ സാധാരണ ഉപ്പോ എടുത്ത് അലമാരയുടെ ഒരു മൂലയിൽ വയ്ക്കുക. എന്നാൽ ഓർക്കുക, ഇത് ഒരു തരത്തിലുമുള്ള ലോഹപാത്രത്തിലുമായിരിക്കരുത്. മണ്ണ്, ഗ്ലാസ് അല്ലെങ്കിൽ പോർസലൈൻ ഉപയോഗിക്കാം. മൺപാത്രമാണ് ഏറ്റവും അനുയോജ്യം, കാരണം ഊർജ്ജത്തെ അതിന്റെ ശുദ്ധമായ രൂപത്തിൽ സ്വീകരിക്കാനും പുറപ്പെടുവിക്കാനുമുള്ള കഴിവ് അതിനുണ്ട്. ഒരു പാത്രം ഉപ്പുകൊണ്ട് പണം വരുമോ എന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ഇല്ല, പണം വരുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് ഉള്ളിൽ നിന്നാണ്. ഉപ്പ് ആ ആന്തരിക ഊർജ്ജത്തെ സന്തുലിതമാക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക പ്രവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഭയം, ഉത്കണ്ഠ, അത്യാഗ്രഹം എന്നിവയെ അത് വലിച്ചെടുക്കുന്നു. ഈ തടസ്സങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങളുടെ പണത്തോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഒഴുക്ക് വരാൻ തുടങ്ങും. ഇതൊരു അദ്ഭുതമല്ല, മറിച്ച് ഊർജ്ജം വൃത്തിയാക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. വീട് വൃത്തിയാക്കുന്നതുപോലെ തന്നെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തെ ഊർജ്ജം വൃത്തിയാക്കേണ്ടതും അത്യാവശ്യമാണ്. അതിന് ഉപ്പ് ഒരു മികച്ച ഉപകരണമാണ്. എന്നാൽ ഓർക്കുക, ഓരോ 15 ദിവസത്തിലും ഈ ഉപ്പ് മാറ്റണം. അങ്ങനെ അത് അടിഞ്ഞുകൂടിയ നെഗറ്റീവ് ഊർജ്ജത്തെ അതിനോടൊപ്പം കൊണ്ടുപോകും. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആഴത്തിലുള്ള ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ ആ സ്ഥലത്തെ സ്പർശിക്കുന്നു. അവിടെ നിന്നാണ് ഒരു പുതിയ ഊർജ്ജപ്രവാഹം ആരംഭിക്കുന്നത്. യോഗാത്മക ചിന്താഗതിയുള്ള പലരും വർഷങ്ങളായി ഇത് ചെയ്യുന്നുണ്ട്. പണം വയ്ക്കുന്ന സ്ഥലത്തെ ഊർജ്ജം ശുദ്ധമാകുമ്പോൾ പണം വരിക മാത്രമല്ല, അത് നിലനിൽക്കുകയും വളരുകയും സ്ഥിരത നൽകുകയും ചെയ്യുന്നു എന്ന് അവർ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. കൈകളിൽ മാത്രമല്ല, മനസ്സിലും സമാധാനം കൊണ്ടുവരുന്ന പണം. ഈ പ്രതിവിധി എത്ര ലളിതമാണോ അത്രത്തോളം ആഴമുള്ളതുമാണ്. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കാണരുത്, വെറുമൊരു തന്ത്രമായി കരുതുകയുമരുത്. എല്ലാ സ്ഥലത്തും, എല്ലാ വസ്തുവിലും, എല്ലാ ഊർജ്ജത്തിലും വസിക്കുന്ന പ്രപഞ്ചശക്തിയോടുള്ള സമർപ്പണമാണിത്. ഈയൊരു ഭാവത്തോടെ അലമാരയിൽ ഉപ്പുവെച്ചാൽ അത് വെറുമൊരു വസ്തു വയ്ക്കുന്നതല്ല. നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജം ശുദ്ധീകരിക്കാൻ നിങ്ങളൊരു അഫർമേഷൻ എടുക്കുകയാണ്. ഈ തീരുമാനം പതുക്കെ നിങ്ങളെ ഒരു മാറ്റത്തിലേക്ക് നയിക്കും. എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നതെന്ന് നിങ്ങൾ ശരിക്കും ചിന്തിച്ചുപോകും. എന്നാൽ ശ്രദ്ധിക്കുക, ഇതൊരു തുടക്കം മാത്രമാണ്. മൂന്നാമത്തെ സ്ഥലം അതിലും രഹസ്യമാണ്. അതിന്റെ സ്വാധീനം ജീവിതത്തിന്റെ ആഴങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതറിയാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ഉപ്പ് സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം വളരെ സൂക്ഷ്മമായതിനാൽ ആളുകൾ പലപ്പോഴും അവഗണിക്കുന്ന മൂന്നാമത്തെ സ്ഥലത്തെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാം. ഒരുപക്ഷേ ഇക്കാരണത്താലാകാം അവരുടെ ജീവിതത്തിൽ നിരന്തരം മാനസിക ക്ഷീണവും ആശയക്കുഴപ്പങ്ങളും അപൂർണതയുമുണ്ടാകുന്നത്. ആ സ്ഥലം നിങ്ങളുടെ ശുചിമുറി അല്ലെങ്കിൽ കുളിമുറിയാണ്. ശരീരത്തെ ശുദ്ധീകരിക്കുന്ന സ്ഥലമാണിത്. എന്നാൽ ഊർജ്ജത്തെ ശുദ്ധീകരിക്കുന്ന കാര്യം നാം പലപ്പോഴും മറക്കുന്നു. യഥാർത്ഥ ശുദ്ധീകരണം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പരമഹംസ യോഗാനന്ദൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ പ്രഭാവം നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടാകുന്നു. കുളിമുറിയോ ശുചിമുറിയോ എത്ര വൃത്തിയുള്ളതാണെങ്കിലും അവിടെയുള്ള ഊർജ്ജം എപ്പോഴും ഭാരമുള്ളതും നിഷ്ക്രിയത്വമുള്ളതുമാണ്. ഈ ഊർജ്ജം വീട് മുഴുവൻ വ്യാപിക്കുമ്പോൾ അത് മാനസികവും സാമ്പത്തികവുമായ സ്ഥിരതയെ തടസ്സപ്പെടുത്താൻ തുടങ്ങുന്നു. ഈ സ്ഥലത്ത് ഉപ്പുവയ്ക്കുന്നതിലൂടെ ഈ ഭാരമോ നിഷ്ക്രിയത്വമോ ക്രമേണ ഇല്ലാതാകാൻ തുടങ്ങുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പോ കടലുപ്പോ എടുത്ത് ശുചിമുറിയുടെയോ കുളിമുറിയുടെയോ ഒരു മൂലയിൽ വയ്ക്കുക. ഇത് കണ്ണിൽപ്പെടാത്ത വിധം മറച്ചുവയ്ക്കുക. എന്നാൽ ഊർജ്ജത്തിന്റെ പാതയിൽ അത് സജീവമായി തുടരണം. ഈ ഉപ്പ് ആ സ്ഥലത്തെ നെഗറ്റീവ് ഊർജ്ജം വലിച്ചെടുക്കാൻ തുടങ്ങും. അദൃശ്യമായ ഒരു കാന്തം പോലെ അത് പതുക്കെ അന്തരീക്ഷത്തെ ലഘൂകരിക്കുന്നു. എവിടെയാണോ മുമ്പ് സമ്മർദ്ദവും ക്ഷീണവും ആശയക്കുഴപ്പവും അനുഭവിച്ചിരുന്നത്, അവിടെ ഇപ്പോൾ ഒരു ശാന്തതയും സമാധാനവും വരാൻ തുടങ്ങിയതായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നാൽ ഒരു വസ്തുവായിട്ടല്ല, മറിച്ച് ഊർജ്ജസ്വലമായ ഒരു ഉപകരണമായി ഇതിനെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. ഓരോ 7 മുതൽ 10 ദിവസത്തിലും ഈ ഉപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുകയും പുതിയ ഉപ്പ് വയ്ക്കുകയും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ യാതൊരുവിധ പ്രകടനമോ അന്ധവിശ്വാസമോ ഉണ്ടാകരുത് എന്നത് ശ്രദ്ധിക്കുക. വിശ്വാസവും അവബോധവും മാത്രം മതി. സ്വന്തം വീടിനെ കേവലം 4 ചുവരുകളുടെ ഒരു ഘടനയായിട്ടല്ല, മറിച്ച് ഒരു ഊർജ്ജകേന്ദ്രമായി കാണുന്ന സാധകർക്ക് വേണ്ടിയുള്ളതാണ് ഈ പ്രതിവിധി. കുളിമുറിയോ ശുചിമുറിയോ എത്ര ആധുനികമാണെങ്കിലും അവിടെയുള്ള ഊർജ്ജം തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് മാനസിക വ്യക്തത, സാമ്പത്തിക ഒഴുക്ക്, കുടുംബബന്ധങ്ങൾ എന്നിവയിൽ. വീടിന്റെ ഈ മൂല ഊർജ്ജപരമായി അശുദ്ധമാകുമ്പോൾ അനാവശ്യമായ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും നിരാശയും വീട്ടിൽ പടരാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ വീടിന്റെ ഈ മൂലയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നത്. അവർ അവിടെ തുളസിയോ ഗംഗാജലമോ തളിക്കുകയും ഊർജ്ജം സന്തുലിതമാക്കാൻ പ്രത്യേക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് നാം ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നുപോയിരിക്കുന്നു. ഉപ്പ് ആ സന്തുലിതാവസ്ഥ വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമായി മാറുന്നു. പൂർണ്ണവിശ്വാസത്തോടെ കുളിമുറിയുടെ മൂലയിൽ ഉപ്പ് വയ്ക്കുമ്പോൾ അതൊരു ശുചീകരണ പ്രക്രിയ മാത്രമല്ല, അത് നിങ്ങളുടെ വീടിന്റെ മുഴുവൻ ഊർജ്ജങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു ബോധപൂർവമായ കർമ്മമാണ്. വീടിന്റെ ഊർജ്ജം ശുദ്ധമാകുമ്പോൾ അതിന്റെ ആദ്യത്തെ പ്രഭാവം നിങ്ങളുടെ മനസ്സിലും പിന്നീട് നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യത്തിലും പതിക്കുന്നു. കാരണം ശാന്തവും സന്തുലിതവുമായ ഒരു മനസ്സാണ് പ്രപഞ്ചത്തിന്റെ സമൃദ്ധി ഒഴുകുന്ന വാതിൽ. ഈ പ്രതിവിധി ലളിതമാണെങ്കിലും ഫലങ്ങൾ ആഴത്തിലുള്ളതാണ്. മാത്രമല്ല, ഈ പ്രവൃത്തിയെ നിങ്ങളുടെ ദിനചര്യയിലെ ഒരു ആത്മീയ സാധനയാക്കി മാറ്റുമ്പോൾ മാത്രമേ ഫലം ലഭിക്കൂ. ഇത് ശരിക്കും ഇത്രയധികം സ്വാധീനം ചെലുത്തുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും.
ഞാൻ ഇത്രമാത്രം പറയാം, ഈ മൂന്നാമത്തെ സ്ഥലത്ത് ഒരു വർഷം ഉപ്പുവെച്ച് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ദിനചര്യയും മനസ്സും വീടിന്റെ അന്തരീക്ഷവും എങ്ങനെ മാറാൻ തുടങ്ങുന്നുവെന്നും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ രഹസ്യമായി പണം വരുന്നുവെന്നും സ്വയം അനുഭവിച്ചറിയൂ. എന്നാൽ ഓർക്കുക, ഇത് മൂന്നാമത്തെ ഘട്ടം മാത്രമാണ്. ഇപ്പോഴും നാലാമത്തെയും അവസാനത്തെയും സ്ഥലം ബാക്കിയുണ്ട്. അത് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ രഹസ്യമാണ്. ആ സ്ഥലം നിങ്ങൾക്കും പ്രപഞ്ചത്തിനുമിടയിലുള്ള ബന്ധത്തിന് ഒരു പുതിയ നിർവചനം നൽകും. ആ അവസാന സ്ഥലം അറിയാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തെ മാത്രമല്ല, നിങ്ങളുടെ ജീവിത ഭാഗ്യത്തെ തന്നെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന നാലാമത്തെയും അവസാനത്തെയും സ്ഥലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആ സ്ഥലം നിങ്ങളുടെ ഉറങ്ങുന്ന സ്ഥലമാണ്. അതായത് നിങ്ങളുടെ കിടപ്പുമുറിയും പ്രത്യേകിച്ച് നിങ്ങളുടെ കിടക്കയും. ദിവസം മുഴുവനുമുള്ള ക്ഷീണവും ചിന്തകളുടെ ആഴവും വികാരങ്ങളുടെ ആശയക്കുഴപ്പവും നിങ്ങൾ ഉപേക്ഷിക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള വാതിലുകൾ തുറക്കുന്നത്. രാത്രി എന്നത് ശരീരത്തിന് വിശ്രമിക്കാൻ മാത്രമല്ല, ആത്മാവിന്റെ യാത്രയ്ക്കുള്ള സമയം കൂടിയാണെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. ഈ യാത്രയിൽ ഊർജ്ജം അസംഘടിതമാണെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ ദിശയും തെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം വെറുമൊരു വിശ്രമമായിട്ടല്ല, ഊർജ്ജം സംഭരിക്കുന്ന ഒന്നായി മാറണമെങ്കിൽ കിടക്കയ്ക്കടിയിൽ ഒരു പാത്രത്തിൽ ഉപ്പുവയ്ക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കാലുകൾ വരുന്ന ഭാഗത്ത്. നിങ്ങളുടെ ഉറക്കത്തിൽ വരുന്ന നെഗറ്റിവിറ്റിയെ ഈ ഉപ്പ് വലിച്ചെടുക്കുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കുകയും സാമ്പത്തിക നേട്ടത്തിലേക്കും വിജയത്തിലേക്കും പോസിറ്റീവായ അവസരങ്ങളിലേക്കും നിങ്ങളെ ആകർഷിക്കുന്ന ചിന്തകൾ പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ പാകുകയും ചെയ്യുന്നു. ഓരോ 10 ദിവസത്തിലും ഈ ഉപ്പ് മാറ്റി ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. എന്നാൽ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു അഫർമേഷൻ എടുക്കുക: നിങ്ങൾ ഇനി ഉണരും, നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനാകുമെന്ന്. പ്രധാന വാതിൽ, പണം സൂക്ഷിക്കുന്ന സ്ഥലം, ശുചിമുറി, കിടക്കയ്ക്കടിയിൽ എന്നിങ്ങനെ 4 സ്ഥലങ്ങളിലും ഉപ്പുവയ്ക്കുമ്പോൾ നെഗറ്റിവിറ്റിയെ പുറത്തു നിർത്തുകയും സമ്പത്തും സമൃദ്ധിയും അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു ഊർജ്ജ കവചം നിങ്ങൾ സൃഷ്ടിക്കുന്നു. യാതൊരു കാരണവുമില്ലാതെ നിശബ്ദമായി പണം വരുന്നത് അപ്പോൾ നിങ്ങൾ കാണും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. ഉത്കണ്ഠയും പരാജയങ്ങളും തടസ്സങ്ങളും ക്രമേണ മാഞ്ഞുപോകുന്ന ഒരു പ്രവാഹത്തിലേക്ക് ജീവിതം ഒഴുകാൻ തുടങ്ങും. എന്നാൽ ഈ പ്രതിവിധിയെ വെറുമൊരു തന്ത്രമായി കാണാതെ ഒരു ആന്തരിക സാധനയായി മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. കാരണം പ്രപഞ്ചത്തിനു വേണ്ടത് പ്രകടനമല്ല, യഥാർത്ഥ വിശ്വാസമാണ്. ഈ ഊർജ്ജം ഒരിക്കലും നിൽക്കരുതെന്നും ഈ പ്രവാഹം ഒരിക്കലും നിലയ്ക്കരുതെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എല്ലാ ദിവസവും പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ അധിക് സീക്ക് ചാനലിനോടൊപ്പം നിൽക്കുക. ഇവിടെ നിങ്ങൾക്ക് പരിഹാരങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്, ഇവിടെ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കുള്ള സംസാരമാണ് നടക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ, ഈ അറിവ് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെടുത്തിയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റുകളിൽ എഴുതുക. ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ പ്രപഞ്ചവും നിങ്ങളുടെ മുന്നിൽ തലകുനിക്കുന്നു.